എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനക നന്ദുവിനോട് നവീനെക്കുറിച്ച് സംസാരിക്കുവാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തണം, അത് അച്ഛൻ്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ എന്നും അമ്പലത്തിൽ പോകുമ്പോൾ നിനക്ക് നല്ലൊരു ബന്ധം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് നവീൻ മോൻ്റെ ആലോചന. നമുക്കിത് നടത്തണം, നിനക്ക് നവീൻ ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ നവീൻ വിളിച്ചപ്പോൾ നീ പൊന്മുടി പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്. അന്നേരം നന്ദു പറയും, ഞാൻ അതുകൊണ്ട് പോയതൊന്നുമല്ല, എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരോട് കൂടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയെന്നേ ഉള്ളൂ, അല്ലാതെ നവീനേട്ടനെ ഞാൻ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇതേ നന്ദു, നിൻ്റെ മനസ്സിലെ സന്തോഷം നീ മറച്ചു വെച്ചിട്ട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് പറയുക. അന്നേരം നന്ദു ചോദിക്കും, ഞാനിതിനെ മറച്ചു വയ്ക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്ന് അമ്മയോട് പറഞ്ഞില്ലേ. പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാലോ, നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടാ അമ്മേ എന്ന് ചോദിക്കും. അന്നേരം കനക പറയുവാണ്, അത് എന്നോട് തന്നെയാണ് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ വെച്ച് ഞാൻ പലപ്പോഴും അവരെ കാണാറുണ്ട്, പക്ഷേ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകും, പിന്നെ ഞാൻ കണ്ടു എന്നറിയുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടിച്ചിരിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ ആ വീട്ടിൽ ചെന്നാൽ അവരെൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല, അവർക്ക് വലിയ താല്പര്യവുമില്ല. ആ രീതിയിലുള്ളിടത്തേക്ക് ഞാൻ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നവീനേനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്കിത് താല്പര്യമില്ല എന്ന് പറയുവാണ്. അന്നേരം വീണ്ടും കനക പറയുവാണ്, അതൊക്കെ ശരിയായി വന്നോളും. നവീൻ മോൻ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകുന്നത് നവീൻ മോന് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് നവീൻ മോനല്ലേ. അതെന്തുകൊണ്ടാണ്? നവീൻ മോൻ്റെ അച്ഛൻ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർക്കൊരു മരുമോളെ വേണം, അതുകൊണ്ടല്ലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ എൻ്റെ ചെവി തിന്നല്ലേ, എനിക്കിച്ചിരി സ്വൈര്യം താ, ഏതായാലും ഇതിന് എനിക്ക് താല്പര്യമില്ല, എനിക്കിപ്പം അടുത്തൊന്നും വിവാഹവും വേണ്ട എന്ന് പറയുമ്പം, ഇതിനേക്കാൾ നല്ല ചെറുക്കനെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാടി എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ചെറുക്കനെ കിട്ടുന്ന കാര്യമില്ല, അത് നമുക്ക് പിന്നെ ആലോചിക്കാം, അമ്മമ്മയുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങ് പോകുമ്പോൾ ഭയങ്കര വിഷമമായേ കനകയ്ക്ക്. പിന്നെ ആദർശിനെയും നയനയും കാണിക്കുന്നു, അവരും അനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ആകെ വിഷമത്തിലാണ് അവരും. അങ്ങനെ ഇരിക്കുമ്പം അനി വരുന്നു. അനി വരുന്നത് ദേഷ്യപ്പെട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ എവിടെയായിരുന്നടാ എന്ന്. അന്നേരം അതെ, ഞങ്ങൾ ഇന്നലെ പൊന്മുടി വരെ പോയായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ, മനസ്സിലായില്ല എന്ന് നയന പറയുമ്പം, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, നന്ദു ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശിൻ്റെ മുഖം അങ്ങ് മാറുവേ. ആദർശ് ചോദിക്കും, ഈ പറയുന്ന ഫ്രണ്ട്സിൽ രാകേഷും വിഘ്നേഷും ഒക്കെ അല്ലേ, അവർ നിങ്ങളെ അനുകൂലിക്കുന്നവരല്ലേ, നിങ്ങളുടെ എന്ത് കാര്യത്തിനും അവരൊപ്പം നിൽക്കുമല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഈ പണിക്ക് പോയത്, നവീൻ നന്ദുവിന് വിവാഹം ആലോചിച്ച കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, എന്നാലേ എൻ്റെ കൂടെ നിൽക്കാത്ത വേറൊരാളോട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നവീന്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായോ എന്ന് ചോദിക്കും. അന്നേരം നവീന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ, നീ വെറുതെ നുണ പറയരുത് എന്ന് പറയുമ്പം, ഞാൻ നുണ പറഞ്ഞതൊന്നുമല്ല, വേണമെങ്കിൽ നവീനെ വിളിച്ച് ചോദിക്കുക, നവീന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നവീൻ നന്ദുവിനെ വീട്ടിൽ കൊണ്ട് വിട്ട് കാണും, നന്ദുവും വീട്ടിൽ ചെന്ന് കാണും, നിങ്ങൾ വിളിച്ച് ചോദിക്കുക എന്ന് പറയുവാണ്. അപ്പം ആദർശ് പിന്നെയും ചോദിക്കുന്നുണ്ട്, നവീൻ നന്ദുവിനെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണോ നിങ്ങളെല്ലാവരോടും അവിടെ കൂടിയതെന്ന് ചോദിക്കുമ്പോൾ, അതിനെപ്പറ്റി സംസാരിച്ചു, ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നവീനോട് വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട്, അതിനകത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നടന്നോട്ടെ, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അനി അങ്ങ് കയറിപ്പോവും. പോയി കഴിയുമ്പോൾ ആദർശ് പറയുവാണ്, ഏതായാലും നവീനെ ഒന്ന് വിളിക്കാം, നമ്മൾ വിളിച്ച് ചോദിക്കുകയില്ല എന്ന് കരുതിയായിരിക്കും അവൻ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് വിളിച്ചു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദർശ് നവീനെ വിളിക്കുവാണ്. നവീനെ വിളിച്ച് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് പൊന്മുടിക്ക് പോയത്, ആ സമയത്ത് ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായി, രാത്രിയിൽ ഉരുൾ പൊട്ടിയതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്തു, എങ്കിലും കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തി, ഞാൻ നന്ദുവിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, എന്നോട് അനി പറഞ്ഞു നവീനും കൂടെ ഉണ്ട് എന്ന്, അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ, അവൻ ഈ ഇടയ്ക്ക് ചില കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതായെന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, ഇത് കള്ളമല്ല, ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ് എന്ന്. ഏതായാലും ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിയുമ്പം ആദർശ് നയനോട് പറയുവാണ്, ശരിയാണ്, നവീൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ് എന്ന്. അന്നേരം നയന പറയുവാണേ, എനിക്ക് തോന്നുന്നതേ നവീന് നന്ദുവിനെ ശരിക്കും ഇഷ്ടമാണെന്നാണ്. അന്നേരം ആദർശ് ചോദിക്കും, അതുകൊണ്ടാണല്ലോ അവൻ വിവാഹം ആലോചിച്ചത്, അതിനകത്ത് ഇനിയിപ്പോൾ എന്താ സംശയം ഇരിക്കുന്നത്, ഏതായാലും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ആ വിവാഹം നടക്കുവാണെങ്കിൽ നമുക്ക് എതിർക്കാനൊന്നും നിൽക്കണ്ട, നിൻ്റെ അനിയത്തിയുടെ ഭർത്താവായിട്ട് നവീനാണ് വരാൻ പോകുന്നതെങ്കിൽ ആ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അത് നേരെ, അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷം
നിർബന്ധമുണ്ട് ഈ ഒരു കാര്യത്തിൽ, അതുകൊണ്ട് നമ്മളത് നടത്തി കൊടുക്കണം. പിന്നെ അനിയുടെ കാര്യത്തിൽ എനിക്ക് നേരിയൊരു വിഷമമുണ്ട് കേട്ടോ എന്നും പറയുന്നുണ്ട് നയന. പിന്നീട് നന്ദും അനിയും കൂടെ വിളിക്കുന്നു. അവരും ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇവിടെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് വിവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നന്ദു അനിയോട് പറയുമ്പം അനി പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നവീനോട് തുറന്നു പറഞ്ഞാലോ എന്ന്. അന്നേരം നന്ദു പറയും, ഇനി പറയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഈ വിവാഹാലോചന വന്നപ്പോൾ തന്നെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ നിൻ്റെ അമ്മയുടെ അവസ്ഥ നിനക്കറിയാലോ, ആ അവന്തികമായിട്ടുള്ള വിവാഹാലോചന മുടങ്ങിയപ്പോൾ തന്നെ നിൻ്റെ അമ്മ ദേഷ്യത്തിലാണ്. ഇനി അവരെങ്ങാനും കയറി തൂങ്ങും എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാകിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്നും പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്താൻ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് കുറേ പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരും ഫോം വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്നത് കനക ഗോവിന്ദനോട് സംസാരിക്കുന്നതാണ്. അതും ഇതൊക്കെ തന്നെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തേണ്ടേ ഗോവിന്ദേട്ട, നവീൻ മോൻ നല്ലൊരു മോനാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. എന്നിട്ട് കനക പറയുവാണ്, നമുക്ക് ആദർശ് മോനെയും നയനമോളെയും കൂട്ടി നവീൻ മോൻ്റെ വീട്ടിലോട്ടൊന്ന് പോയാലോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, അതെന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, അവിടുന്ന് നവീനും അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇങ്ങോട്ട് വരുമല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുക. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അവരിങ്ങോട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് പോവോ വരുവോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. എന്നാലും ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് കനകെ. എന്നിട്ട് പറയുക, ഞാൻ ഒന്ന് പോയി ജോത്സ്യനെ കണ്ടാലോ, ഈ വിവാഹം നടക്കുമെന്ന് അറിയാമായിരുന്നു എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനി ആ വഴിക്കൊന്നും പോകണ്ട, വിവാഹം നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അതിനുവേണ്ടി ഇനി ജോത്സ്യനെ കാണാനൊന്നും പോകണ്ട എന്ന് പറയുമ്പോഴും കനക പറയുന്നുണ്ട്, ഞാൻ ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കാൻ വേണ്ടി എന്ന് പറയുന്നു. ഏതായാലും ഇതിനൊക്കെ ശേഷം വീണ്ടും ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് റൂമിലിരിക്കുമ്പം അങ്ങോട്ടേക്ക് നയന വരുന്നു. എന്നിട്ട് ഏതായാലും വലിയൊരു ടെൻഷനാണ് ഒഴിഞ്ഞു പോയത്, നന്ദുവിൻ്റെ കൂടെ നവീൻ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ആ ഒരു ടെൻഷൻ ഒഴിഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ നാഗേന്ദ്രൻ്റെ കാര്യം കിടക്കുവാണ്, അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല, അയാൾ തെറ്റൊന്നും ചെയ്യാതെയാണ് പുറത്തു പോയത് എന്ന് ശങ്കരേട്ടൻ പറയുന്നു. പക്ഷേ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ജൂവലറിയിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയത് ആ കാരണം കൊണ്ടായിരിക്കാം, പക്ഷേ വീട്ടിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം കാണിയല്ലേ, അങ്ങനെയൊന്നും ഇല്ലാതെ മുത്തശ്ശൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ആ പേര് കേൾക്കുന്നതേ ദേഷ്യമാണ്, അതുകൊണ്ട് മുത്തശ്ശനോട് പോയി ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാവോ, മുത്തശ്ശി നിന്നോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്ന സമയത്ത് നീ എന്താണ് നാഗേന്ദ്രൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നൊന്ന് ചോദിക്കാവോ എന്ന് ചോദിക്കുന്നു. അന്നേരം അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നയന അടുക്കളയിലേക്ക് പോവാണേ. അടുക്കളയിൽ ദേവയാനിയും മുത്തശ്ശിയാണ് അടുക്കളപ്പണി എടുക്കുന്നത്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നയന ശരീരം അനക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. നയന ഒന്നും ചെയ്യുന്നില്ല. ഏതായാലും നയന അവിടെ പോയി നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് സംസാരിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശി ഒന്ന് പയ്യെ ഇടക്കണ്ടിട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദേവയാനിയോട് പറയുവാണ്, അതെ ആദർശേട്ടൻ ശങ്കരേട്ടനെ പോയി കണ്ടായിരുന്നു, അന്നേരം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. അന്നേരം ദേവയാനി ചോദിക്കും, ശങ്കരേട്ടൻ എന്താ പറഞ്ഞത്, ഈ പ്രശ്നത്തിൽ നാഗേന്ദ്രൻ്റെ സൈഡിലാണ് തെറ്റ് എന്ന് ശങ്കരേട്ടൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, ആദർശേട്ടൻ വ്യക്തമായിട്ട് എന്നോട് അതൊന്നും പറഞ്ഞില്ല, പിന്നെ അയാളെ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്ന് ആദർശേട്ടന് ഭയങ്കര ഒരു സംശയം, സാധാരണ തെറ്റ് ചെയ്തെങ്കിൽ ഓഫീസിൽ നിന്നല്ലേ പുറത്താക്കേണ്ടത്, അല്ലെങ്കിൽ ജൂവലറിയിൽ നിന്ന്, വീട്ടിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അന്നേരം മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരും. മുത്തശ്ശി ചോദിക്കും, എന്തിനാ മോൾ ഇതൊക്കെ ഇപ്പം അന്വേഷിക്കുന്നത്, മോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി, മോളും ആദർശമൊക്കെ ആ നാഗേന്ദ്രൻ്റെ പുറകെ പോകുമൊന്നും വേണ്ട, അവൻ ദുഷ്ടനാണ്, അവൻ്റെ പേര് പോലെ തന്നെ നാഗത്തിൻ്റെ സ്വഭാവമാണ് അവന്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും അന്വേഷിക്കാനും നിൽക്കണ്ട എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നിടത്താണ് ഇന്നത്തെ കഥ തീരുന്നത്.